മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളിവിടെ ആകാശ് ബ്രോ ഉണ്ട്. ബ്രോ സുഖാണോ? അവിടെ നന്നായിട്ട് പോകുന്നു. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ലലീഗ ടൈറ്റിലിന്റെ ഏതാണ്ട് അരികത്തെത്തിയിട്ടുണ്ട്. ഒരു മാച്ചിന്റെ റിസൾട്ട് കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കപ്പടിക്കും. അത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ബ്രോ, ലാസ്റ്റ് മാച്ചിനെ പറ്റിയിട്ടാണ് ചോദിക്കാനുള്ളത്. എന്ത് കോൺഫിഡൻസ് ആയിട്ടാണ് കളിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? ഇവർക്ക് ഒരു ടീമിനെ ഇപ്പൊ പേടിയില്ല. ആര് വന്നാലും സെയിം സംഭവം തന്നെ. ഹൈ ലൈൻ, ഹൈ ഇന്റൻസിറ്റി ഫുട്ബോൾ 90 മിനിറ്റ്സ് കളിക്കാൻ ഒരു പേടിയില്ലാത്ത ടീമായിട്ട് ഭാഷ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പ്രോബബ്ലി ലൂയിസ് എൻട്രിക്ക് പോയതിനു ശേഷം ഇത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള രീതി ബാർസലോണ കളിച്ചിട്ടുള്ളത് വാൾവേർഡയുടെ ടൈമിൽ ഉണ്ടായിരുന്നു. മെസ്സി ഫാക്ടർ ഒക്കെ വെച്ചു. പക്ഷെ അതൊരു മെസ്സി ഫാക്ടർ ആയിരുന്നു. ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഹോൾ ടീം കളിക്കുക. സോ ഫൺ ടു വാച്ച്. ഈ സീസൺ സ്റ്റാർട്ടിൽ ഒരു ഡൊമസ്റ്റിക് ട്രബിൾ അടിക്കുമെന്ന് ആരും ഓർത്തിട്ടില്ല. ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ വൺ ഓഫ് ദി ടീം ആയിരിക്കും ബാർസാന്ന് എത്തിയ ലോട്ടറി എന്ന് പറഞ്ഞിരുന്ന ആളാണ് ഞാൻ. എനിക്കൊരു റൗണ്ട് ഓഫ് 8 ആയിരുന്നു എന്റെ ഒരു ഇത്. ആൻഡ് ലീഗ് അടിക്കുന്ന ഒരിക്കലും ഓർത്തില്ല. ലീഗ് ഇപ്പൊ ഒഫീഷ്യലി അടിച്ചിട്ടില്ല. ബട്ട് 3 മാച്ചസിൽ നിന്ന് 2 പോയിന്റ് മതി കിട്ടുമെന്നാണ് ഇപ്പൊ പ്രതീക്ഷ നിൽക്കുന്നത്. സോ ലീഗ്, കോപ്പ ഡെൽ റേ, അതുപോലെ സൂപ്പർ കോപ്പ ഡെ എസ്പാനിയ, ക്ലിക്കിന്റെ ഫസ്റ്റ് സീസൺ അൺബിലീവബിൾ അച്ചീവ്മെന്റ് ആണ്. ഒന്നും പറയാനില്ല. ആൻഡ് സ്റ്റൈൽ ഓഫ് പ്ലേ ഇസ് റിയലി ഇൻട്രസ്റ്റിംഗ് വാച്ച്. നമുക്ക് വീണ്ടും ബാർസലോണ കളികൾ കാണാനായിട്ട് ആകാംക്ഷ കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. സിറ്റുവേഷൻ ഏതാണോ ഈവൻ ശരിയാണ്. അങ്ങനത്തെ ഒരു ഓപ്പൺ സ്റ്റൈൽ കളിച്ചോണ്ട ഒരു ഫലമായിട്ടാണ് മേ ബി ഇന്ററിനെ അഗേൻസ്റ്റ് സെമി ഫൈനൽ ഔട്ടായെന്ന് പറയാം. മേ ബി 3-2 ലീഡ് എടുത്തിരിക്കുന്ന സമയത്ത് ആ ലാസ്റ്റ് മൊമെന്റ്സ് അത്ര കമ്മിറ്റ് ചെയ്യാം. കഴിഞ്ഞ മാച്ചിലും ആ സബ്സ്റ്റിറ്റ്യൂട്ടർ ഇറങ്ങിയ മുനിയോസ് എന്ന് പറയുന്ന ആ പയ്യന് നല്ല ചാൻസ് കിട്ടിയിരുന്നു. ലീഡ് എടുത്തതിന് ശേഷം ആ എക്സ്ട്രാ അഗ്രസീവ്ലി കമ്മിറ്റ് ചെയ്ത് കളിക്കുകയാണ്. സോ ഫ്ലിക്കിന്റെ സ്റ്റൈൽ ഓഫ് പ്ലേ അതാണ്. എക്സൈറ്റിംഗ് ആണ്. ശരിയാണ്. റിസ്ക് ഫാക്ടർ ഉണ്ട്. മേ ബി നെക്സ്റ്റ് സീസൺ കുറച്ച് പ്രാഗ്മാറ്റിസം എടുക്കേണ്ടടുത്ത് അതും പിന്നെ കുറച്ചുകൂടെ ചില സിറ്റുവേഷൻസിലൊക്കെ ഗെയിം മാനേജറിലൂടെ ഒന്ന് സെറ്റ് ആക്കുവാണെങ്കിൽ പൊളിയായിരിക്കും. 1-2 അഡീഷൻസ് മസ്റ്റാണ്. സോ റിയലി എക്സൈറ്റിംഗ് ടു വാച്ച് ദിസ് ടീം ആൻഡ് സർപ്രൈസ്ഡ് ആണ്. ഡയാർഡ് ബാർസ ഫാൻ എന്ന നിലയിൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമാണ് ഈ സീസൺ കണ്ടത്. ഇപ്പൊ റയലിന്റെ സൈഡിൽ നിന്ന് വലിയ അഴിച്ചുപണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവര് കാർലോ അൻസെലോട്ടിനോട് ബ്രസീലിലേക്ക് പോകാൻ പറഞ്ഞു. ഇപ്പോ ജാവി അലോൺസോ വരുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോ ഈ ഒരു സീസൺ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാമ്പ്യൻസ് ലീഗിലായാലും ലലീഗയിലായാലും ഒരുപാട് സെറ്റ് ബാക്ക് അവർക്ക് വന്നിട്ടുണ്ട്. ഡിഫൻസീവ്ലി പ്രശ്നങ്ങളുണ്ട്. അവർ വല്ലാണ്ട് കൺസീഡ് ചെയ്യുന്നു. ഒഫൻസീവ്ലി അവർ കംബാക്ക് അടിക്കുന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന മാച്ചിലാണെങ്കിൽ ഭയങ്കര മോശം പെർഫോമൻസ്. ഇങ്ങനത്തെ ഒരു ഇൻകൺസിസ്റ്റൻസിലൂടെ അവർ പോകുന്നത്. ഷാബി അലോൺസോയുടെ വരവിനെ പറ്റിയിട്ട് എന്താണ് ബ്രോയുടെ അഭിപ്രായം? റയല് പഴയ രീതിയിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസിഷൻ ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. റയൽ മാഡ്രിഡ് ഈ സീസൺ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പുള്ളിക്ക് വേണ്ട ടീം തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. വേണ്ട നില ഇപ്പൊ തന്നെ ഓൾറെഡി ഡീനച്ചൻ, കൊനാട്ടെ, സലീബ് ഈ 3 പേരെ ലിങ്ക്സ് വന്നിട്ടുണ്ട്. ഡീനച്ചനോട് സ്ട്രോങ് ലിങ്ക്സ് ഉണ്ട്. മിഡ്ഫീൽഡർ സൈനിങ്സ് കേൾക്കുന്നു. ഫ്രണ്ട് റോഡ്രിഗോ പോയ അഡീഷൻ കാണുമെന്ന് അറിയത്തില്ല. നെറ്റ് സെന്റർ ലെഫ്റ്റ് ബാക്കിന്റെ അഡീഷൻ കേൾക്കുന്നുണ്ട്. സോ റയൽ മാഡ്രിഡ് ഇതൊരു ആക്റ്റീവ് വിൻഡോ ആയിരിക്കും. ഡെഫിനറ്റ്ലി റയൽ മാഡ്രിഡ് അഡീഷൻസ് വേണമെന്ന് ഈ സീസൺ സ്റ്റാർട്ടിലെ പല റയൽ മാഡ്രിഡ് ഫാൻസ് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു എന്നാ പറയാ മാക്സിമം പറ്റുന്ന അത്ര ഊറ്റാന്നുള്ള ആ രീതി പോയി. മെയിൻലി സെന്റർ ബാക്സ് ഈ സമയത്ത് ഇഞ്ചറി പറ്റിയത് റയലിന് അടിയായി. പിന്നെ സീസൺ സ്റ്റാർട്ടിലെ ബാലൻസ് ഫൈൻഡ് ചെയ്യാനായിട്ട് റയൽ സ്ട്രഗിൾ ചെയ്തു. ആൻഡ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു മിഡ്ഫീൽഡ് മാസ്റ്ററോ ഇല്ലെങ്കിൽ ഏത് ടീമും സ്ട്രഗിൾ ചെയ്യും. സോ അത് ബാർസലോണ ഫാൻ എന്ന നിലയിൽ ബുസ്കറ്റ്സിൽ ആ സീസൺ പോയതോടുകൂടി ബാർസലോണ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ട ഒരാളാണ്. സോ വിത്തൗട്ട് എ ഡൗട്ട് റയൽ മാഡ്രിഡ് ലാസ്റ്റ് 10 ഇയേഴ്സിലെ മിഡ്ഫീൽഡ് മാസ്റ്റർ ആയിരുന്ന ടോണി ക്രൂസ് പോകുമ്പോഴേക്കും ഡെഫിനറ്റ്ലി അവർ സ്ട്രഗിൾ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ആൻഡ് ജാബി അലോൺസോ വരുമ്പോഴേക്കും ആൻസലോട്ടി ബ്രസീൽ ടീം മേക്ക് സെൻസ്. എനിക്ക് തോന്നുന്നത് മേ ബി റൈറ്റ് ടൈമാണ്. എനിക്കിതൊരു റൈറ്റ് ആൻസലോട്ടിക്ക് പറ്റുന്ന അത്രയും ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കുവാണെങ്കിൽ ഒരു ലിമിറ്റഡ് റിസോഴ്സസ് വെച്ച് ലാസ്റ്റ് 4 ഇയേഴ്സ് പുള്ളി പറ്റുന്ന അത്രയും ടീം 2 ചാമ്പ്യൻസ് ലീഗ്, 2 ല ലീഗ്, ഇതൊന്നും നിസ്സാര കാര്യമല്ല. സോ പുള്ളി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ മേ ബി ഇപ്പൊ ഒരു ന്യൂ എന്താ പറയാ ഒരു പുതിയൊരു ഐഡിയാസ്, പുതിയൊരു ടാക്ടിക്സ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ടൈമാണ്. യങ് എക്സൈറ്റിംഗ് മാനേജർ ജാബി അലോൺസോ. ലെവർകൂസൻ നമ്മൾ നോക്കാനായിട്ടാണ് പുള്ളി പോയ സീസണിൽ ടോപ്പ് 6 എത്തിക്കുന്നു. ലാസ്റ്റ് സീസൺ ബുണ്ടസ് ലീഗ നേടിക്കൊടുക്കുന്നത്. ഈ സീസൺ ശരിയാണ് ഡ്രോപ്പ് ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞാലും ബുണ്ടസ് ലീഗ സെക്കൻഡ് ഉണ്ട്. ടോപ്പ് 4 നിന്ന് പുറത്താവുക 5th or 6th സ്പോട്ടിലോട്ട് പോയെന്നല്ല. ബുണ്ടസ് ലീഗ ടോപ്പ് 4 സെക്കൻഡ് സ്പോട്ടിൽ അവർ നിൽക്കുന്നുണ്ട്. സോ വിച്ച് മീൻസ് ജാബി അലോൺസോ ഇസ് എ ഗുഡ് കോച്ച്. കൺസിസ്റ്റൻസി ജാബി അലോൺസോ 3 സീസൺ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലെവർകൂസൻ കാണിച്ചിട്ടുമുണ്ട്. സോ ആൻഡ് റൗണ്ട് ഓഫ് 16 അവർ കടക്കുകയും ചെയ്തായിരുന്നു. സോ വിത്തൗട്ട് എ ഡൗട്ട് ജാബി അലോൺസോ ഇസ് എ ഗ്രേറ്റ് കോച്ച്. റയൽ മാഡ്രിഡ് വന്ന് ഐ തിങ്ക് ജാബി അലോൺസോ വേഴ്സസ് ഫ്ലിക്ക് കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആയിരിക്കും എന്നൊരു ഫീൽ ഉണ്ട്. ജാബി അലോൺസോ നമുക്കറിയാം കാർലോ ആൻസലോട്ടിനേക്കാളും കുറച്ചുകൂടെ വേഴ്സറ്റൈലാണ് ടാക്ടിക്സിനായിട്ട്. സോ ലെറ്റ്സ് സീ ഇത് കൂടുതൽ ഒരു ഹിറ്റ് ആവാനുള്ള സാധ്യതയാണ് മിസ്സിനേക്കാളും കൂടുതൽ ഞാൻ കാണുന്നത്.
അതെ, ഞാനൊന്ന് ചാമ്പ്യൻസ് ലീഗിലേക്ക് പോവാണ്. ഇന്റർ രണ്ടാമത്തെ സീസണാണ് ഫൈനലിലേക്ക് എത്തുന്നത്. അവരെ നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ മതിയാവും. കാരണം ഡിഫെൻസീവിൽ നിന്നുകൊണ്ട് 23-30% പൊസിഷൻ വെച്ചിട്ട് വളരെ ക്ലിനിക്കലായിട്ട് കിട്ടിയ ഓപ്പർച്യൂണിറ്റി കൺവേർട്ട് ചെയ്ത് അവര് 2 സീസൺ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ചാമ്പ്യൻസ് ലീഗ് ലെവലിൽ പെർഫോം ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. അതുപോലെ തന്നെ പി എസ് ജി നമ്മളെ ശരിക്കും പറയാൻ ഞെട്ടിച്ചു. ഞാൻ തീരെ പി എസ് ജി ഇങ്ങനെ കളിക്കുന്ന തീരെ പ്രതീക്ഷയില്ല. കാരണം അവര് സാധാരണ ഒരു ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനലൊക്കെ എത്തുമ്പോഴത്തേക്കും സാധാരണ പുറത്തു പോകുന്നത് കാണാറുണ്ട്. പക്ഷെ ഈ സീസൺ കവർഷീലി ആയാലും മറ്റ് പ്ലേയേഴ്സ് ആയാലും അവരെ ഇന്റൻസിറ്റി ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ദെയർ. ഐ മീൻ അവർക്ക് മുട്ടി നിൽക്കാൻ പറ്റുന്ന ഒരിക്കൽ കൂടി തെളിയിച്ചിട്ടുണ്ട്. ബ്രോയുടെ അഭിപ്രായത്തിൽ എന്താണ് ചാമ്പ്യൻസ് ലീഗിന്റെ ഒരു എക്സ്പെക്ടേഷൻ? നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഏത് ടീമിനാണ് ഒരു ചെറിയ മുൻതൂക്കം ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത്? മുൻതൂക്കം എന്ന് പറയാൻ പറ്റുന്നില്ല. ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ററിനെയാണ്. എന്താ നമുക്ക് ചായ ഇന്ററിനാണ്. എനിക്ക് എന്റെ ഫേവറേറ്റ് ഇറ്റാലിയൻ സൈഡ് ഇന്റർ മിലാനാണ്. ഞാൻ ഈ സീസൺ സ്റ്റാർട്ടിൽ എന്റെ വൺ ഓഫ് ദ ഫൈനലിസ്റ്റ് ആണ് ഇന്റർ മിലാൻ. സീസൺ സ്റ്റാർട്ടില് പ്രൊഡിക്ഷനിൽ ഞാൻ ഇന്റർ മിലാൻ ഫൈനലിസ്റ്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് സെമി ഉറപ്പായിരുന്നു എനിക്ക്. ബട്ട് വൺ ഓഫ് ദ ഫൈനലിസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആയിരുന്നു ഞാൻ പറയുകയും ചെയ്തതാണ്. കാരണം ഈ ഇൻസാഗി എന്ന് പറയുന്ന കോച്ച് തന്നെയാണ്. ഇൻസാഗി കോച്ച് പലരും സ്ലീപ്പ് ചെയ്യുന്ന ഒരു സൈഡാണ് ഇന്റർ. ഞാൻ ഇറ്റലിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഇന്റർ മിലാന്റെ മാച്ചാണ് സിരിയയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്. സോ അതുകൊണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇൻസാഗി റിയലി അണ്ടർ റേറ്റഡ് കോച്ചാണ്. ടാക്ടിക്കലി ഫ്ലെക്സിബിൾ ആണ്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പുള്ളി ചാമ്പ്യൻസ് ലീഗിൽ ഈ ഒരു സിസ്റ്റം, ഡിഫൻസീവ് സിസ്റ്റം ഇട്ടിട്ട്, പക്ഷെ അവര് കൗണ്ടർ പ്രസ് ചെയ്യുമ്പോൾ അവർക്ക് കൗണ്ടർ പ്രസ് ചെയ്യാൻ അറിയാമെന്ന് ചോദിച്ചാൽ അഗ്രസീവ് ആവുമ്പോൾ ഇപ്പൊ ബാർസലോണയ്ക്ക് അഗേൻസ്റ്റ് മാച്ചിൽ ഇപ്പൊ സെക്കൻഡ് ലെഗിൽ ഒരു ഫേസിൽ അവർ അഗ്രസീവ്ലി പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു, കമ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, മിസ്റ്റേക്സ് ബാർസലോണയിൽ നിന്ന് വരുത്തുന്നുണ്ടായിരുന്നു. സോ ആൻഡ് ലീഗിൽ കളി കാണുന്നവർക്കറിയാം അവരിങ്ങനെ സിറ്റ് ബാക്ക് ചെയ്യല. നമ്മൾ ഈ ബാർസലോണയുടെ എക്സൈറ്റിംഗ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് ചെറിയ ടീമുകൾക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ അങ്ങോട്ട് കയറി പ്രസ് ചെയ്ത് കളിച്ച് ഗോൾ അടിച്ചിട്ട് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ അവർ ആ ലീഡ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കളിക്കും. സോ കുറച്ച് പ്രാഗ്മാറ്റിക്സ് ഇറക്കാൻ അറിയാം, ഡിഫറെന്റ് സിറ്റുവേഷൻ അനുസരിച്ച് ഗെയിം അഡാപ്റ്റ് ചെയ്യാൻ അറിയാം, റിലേഷൻഷിപ്പ് ഇഷ്ടം പോലെ എന്നാ പറയാ വിശ്വസിക്കുന്ന ഒരു കോച്ചാണ് ഇൻസാഗി. സോ പ്ലേയേഴ്സ് ആൻഡ് അവരുടെ സ്ക്വാഡ് അണ്ടർ റേറ്റഡ് ആണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മറ്റു പല ക്ലബ്ബുകൾ അത്ര സ്പെൻഡിങ് ഇല്ല എന്ന് പറഞ്ഞാലും പുള്ളിക്ക് അവിടെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു സ്ക്വാഡ് ഉണ്ടാകും. പല പ്ലേയേഴ്സും പലരും എഴുതി തള്ളിയ പ്ലേയേഴ്സ് അവിടെ വന്നിട്ട് പുള്ളി പ്രോപ്പർ ആയിട്ട് ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ബരേല, ഹക്കിൻ ചാർജോളും മിക്കിത്താരെ ഈ 3 പേരിലെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. 3 പേർക്കും കളിക്കാരെ. ആ ടീമിലെ നമ്പർ 10 ആരാന്ന് ചോദിച്ചാൽ 3 പേരും നമ്പർ 10 ആണ്. ആ ടീമിലെ നമ്പർ 8 ആരാന്ന് ചോദിച്ചാൽ 3 പേരും നമ്പർ 8 ആണ്. ആ ടീമിലെ ബിൽഡപ്പ് ഫേസില് ഇപ്പൊ ബസ്തോണി സെന്റർ ബാക്ക് ആണോ മിഡ്ഫീൽഡർ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ കൈ വളരും. കൺട്രോളും കളിക്കും. ഡിമാർക്കോ വിങ് ബാക്ക് ആണോ നമ്പർ 10 ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ കൈ വളരും. ഡംപേഴ്സ് ശരിക്കും റൈറ്റ് വിങ് ബാക്ക് ആണോ അതോ അവരുടെ ഗോൾ സ്കോറിംഗ് മെഷീൻ ആണോ എന്ന് ചോദിച്ചാൽ ഈസ് എ ഗോൾ സ്കോറിംഗ് മെഷീൻ as well as a റൈറ്റ് ബാക്ക്. സോ രണ്ടും കൂടാണ്. സോ ഭയങ്കര അണ്ടർ റേറ്റഡ് സൈഡാണ്. 11 പ്ലേയേഴ്സും വർക്കഹോളിക് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. അല്ലാതെ ഞാൻ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കത്തില്ല. എല്ലാവരും അതേപോലെ തന്നെ ടീമിന് വേണ്ടി വർക്ക് ലോഡ് എടുക്കാൻ സോമർ പോലത്തെ 1.5 ഗോൾ കീപ്പറും ആൻഡ് ഓഫ് ദ ബെഞ്ച് ഇറക്കാനായിട്ട് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. സോ ഇന്റർ മിലാൻ റിയലി സൂപ്പർ സൈഡ്. അപ്പുറത്തെ PSG ഫൈനലിസ്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. ഞാനും ഭയങ്കര സർപ്രൈസ് ആണ്. എസ്പെഷ്യലി അവരുടെ സീസൺ ഗ്രൂപ്പ് സ്റ്റേജിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള 8 മാച്ചുകളുള്ള സൈഡ് PSG ആയിരുന്നു. പക്ഷെ അവർ അണ്ടർ പെർഫോം ചെയ്തു, ഗ്രൂപ്പ് സ്റ്റേജിൽ അണ്ടർ പെർഫോം ചെയ്തു. പക്ഷെ സിറ്റി മാച്ച് അല്ല, അതിന് തൊട്ട് മുമ്പത്തുള്ള മാച്ച് തൊട്ട് 1.5 കയറ്റമായിരുന്നു. ലൂയിസ് എൻട്രിക്ക് ആ ടീമിന്റെ ബാലൻസ് ഫൈൻ ചെയ്തു. പുള്ളിയും കുറച്ചുകൂടെ പ്രാഗ്മാറ്റിക്സും, ഫുൾ പ്രാഗ്മാറ്റിക്സും നല്ല പുള്ളിയുടെ എക്സൈറ്റിംഗ് സ്റ്റൈൽ ഓഫ് പ്ലേ ആണ്. ബട്ട് നമ്മൾ ആർസണൽ അഗേൻസ്റ്റ് ആണ് ഡിഫെൻഡ് ചെയ്തു, ബോഡീസ് കമ്മിറ്റ് ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് ലാസ്റ്റ് മൂവിൽ പുള്ളി ചെയ്തു. പിന്നെ കുറച്ചുകൂടെ മനസ്സിലായ പൊസഷൻ സ്റ്റൈൽ ഓഫ് പ്ലേ അല്ല ഈ ടീമിനോട്. കുറച്ചുകൂടെ ഫ്രീ ഫ്ലോയിങ് സ്റ്റൈൽ ഓഫ് പ്ലേ, കുറച്ചുകൂടെ മേ ബി കൗണ്ടർ അറ്റാക്കിംഗ് സ്റ്റൈൽ ഓഫ് പ്ലേ, കുറച്ചുകൂടെ ക്വിക്ലി ബോൾ നീക്കുക എന്നുള്ള ഒരു സിസ്റ്റമാണ് ഈ ടീമിന് സൂട്ടബിൾ ആയിട്ടുള്ളത് പുള്ളിക്ക് തോന്നി. ഞാൻ പുള്ളി അത് അഡാപ്റ്റ് ചെയ്യുന്ന കണ്ടു. സോ പുള്ളിയും ഫ്ലെക്സിബിൾ ആയി, ടീമും ഫ്ലെക്സിബിൾ ആയി. ആൻഡ് കുറച്ചുകൂടെ എന്നാ പറയാ, പുള്ളി മെയിൻലി ലൂയിസ് എൻട്രിക്ക് ഫ്ലെക്സിബിൾ ആവാൻ തുടങ്ങി, കളി മാറി. ആൻഡ് ലൂയിസ് ക്യാമ്പോസിനും അവിടെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. നാസർ അൽ ഖലീഫിക്കും ബട്ട് ക്യാമ്പോസിന് എസ്പെഷ്യലി പുള്ളി സൂപ്പർ സ്റ്റാർ പ്രോജക്റ്റിന് മാറി ഒരു യങ് കോറായിട്ടുള്ള സൂപ്പർ സ്റ്റാറുകൾ തന്നെയാണ്. പക്ഷെ നമ്മൾ പറയുമല്ലോ എന്ന് പറഞ്ഞ മെസ്സി, നെയ്മർ, എംബാപ്പെ, റാമോസ് അല്ല ഇബ്രാഹിമോവിച്ച് ആ ടൈപ്പ് അല്ല, ബട്ട് അപ്കമിങ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് സൂപ്പർ സ്റ്റാർസിനെ കൊണ്ടുവന്ന് ആ ടീമിൽ ഈഗോ ഇല്ലാതാക്കുന്നുണ്ട്. ഒരു ടീം എന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ സർപ്രൈസ് ആണ്. ഞാൻ ഇന്റർ പ്രതീക്ഷയാണ്, ബട്ട് PSG ഫൈനലിൽ കിടക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ബ്രോ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ബയറിനെ കുറിച്ചാണ്. കെയ്ന് കുറെ കാലമായിട്ട് ഒരു ട്രോഫിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. പുള്ളി ഫൈനലി ട്രോഫി അടിച്ചു. കമ്പനിയുടെ ഫസ്റ്റ് സീസൺ ആണ്. പുള്ളി എനിക്ക് തോന്നിയിട്ട് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിട്ടാണ് തോന്നിയത്. DFB പൊക്കാൽ അടിക്കാൻ പറ്റിയില്ല, എന്നാലും അവര് ലീഗിലേക്ക് തിരിച്ചു വന്നു. പുള്ളിക്ക് കിട്ടിയ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ പഴയ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള സിറ്റുവേഷൻ വന്നു. ബ്രോഡ് അഭിപ്രായത്തിൽ ബയറിന്റെ സീസൺ സക്സസ്ഫുൾ ആണോ, അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആയെന്ന് തോന്നിയിട്ടുണ്ടോ? അണ്ടർ പെർഫോമിംഗ് ഞാൻ പറയത്തില്ല.
മേ ബി ഇന്റർ മിലാനോട് തോറ്റാണ് അവർ പുറത്തായത്. അത് പോലീസ് തന്നെയാണ് തോറ്റത്. സോ അതില് ചാമ്പ്യൻസ് ലീഗിൽ വലിയ ഇത് പറയേണ്ട ആവശ്യമില്ല. അവര് പ്രോപ്പറായിട്ട് തന്നെയാണ് ഔട്ടായെന്ന് പറയാം. ബട്ട് മേ ബി കടക്കാനായിട്ടുള്ള അവസരം അവർക്ക് ഇന്ററിനെ അഗേൻസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇന്റർ മിലാനോടാണ് സ്ട്രോങ് സൈഡാണ്. ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. ബട്ട് ഡൊമസ്റ്റിക് കോമ്പറ്റീഷൻസിന് മേ ബി നെക്സ്റ്റ് സീസൺ ചാമ്പ്യൻസ് ലീഗിൽ ഒരു ഡൊമസ്റ്റിക് ട്രബിൾ എയിം ചെയ്യുന്നതായിരിക്കും. ഐ തിങ്ക് ബയൺ കമ്പനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ്. ലാസ്റ്റ് സീസൺ ഒരു കപ്പും ഇല്ലായിരുന്നു. ഈ സീസൺ അറ്റ്ലീസ്റ്റ് ബുണ്ടസ് ലീഗയിലും കിട്ടി. ഈ സീസൺ അധികം കോൺട്രവേഴ്സീസ് നമ്മൾ കേട്ടില്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ബയൺ മ്യൂണിക്കിന് പൊട്ടിത്തെറികളോ അതും ഇതുമൊക്കെ കോച്ചുമായിട്ട് അടി, പ്ലേയേഴ്സിന് ഇഷ്യൂ, മറ്റേതാ മറിച്ചത്, ബോളും കോച്ച് തമ്മിൽ, അത് ഈ സീസൺ അധികം കണ്ടിട്ടില്ല. സോ മേ ബി അവിടെ ഒരു സ്റ്റേബിൾ എൻവയോൺമെന്റ് ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ബുണ്ടസ് ലീഗ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. മേ ബി നെക്സ്റ്റ് സീസൺ ഒരു ഡൊമസ്റ്റിക് ട്രബിൾ ചാമ്പ്യൻസ് ലീഗ് ഒരു സ്റ്റേജ് വേണം കിടക്കുക. ഈ ബയൺ മ്യൂണിക് സൈഡിനും കുറെ ഫ്ലോസ് ഉണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്ക് വേണ്ട ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ കൊണ്ടുവന്നു. പലീന പുള്ളിയുടെ ചോയ്സ് അല്ല. പുള്ളി സീസൺ അത് യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല. ക്ലിയർലി നമുക്കറിയാം പലീന പുള്ളിയുടെ ചോയ്സ് അല്ല. കിമ്മിച്ചും മുസിയാലയും ഈ സീസണിന് ശേഷം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നുള്ളൊരു ടോക്സ് ഉണ്ടായിരുന്നു. സോ ആ ഒരു അൺസർട്ടനിറ്റി ഒക്കെ നിൽക്കുമ്പോൾ അവർ അവസാനം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അതിനും മേ ബി കമ്പനിക്ക് റോഡ് കാണാം. അപ്പ് ഫ്രണ്ട് പ്ലേയേഴ്സ് കെയ്ന്, ഒലീസ്, സാനെ, ഗ്നാബ്രി ഒക്കെ ഒരു ഡിപ്പ് ഓഫ് ഫോമിലൂടെ ലാസ്റ്റ് സീസൺ പോകുമായിരുന്നു. മേ ബി ഈ സീസൺ കുറച്ചുകൂടെ ബെറ്റർ ആയി. കോമാൻ കുറച്ചുകൂടെ ബെറ്റർ ആയി. മിഡ്ഫീൽഡില് പവലോവിച്ച് റിയലി ഗുഡ്, എക്സൈറ്റിംഗ് ആയിട്ടുള്ള യങ്സ്റ്റർ. ഡിഫൻസീവ്ലി ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ ഈ സീസണും പല സമയത്ത് പുള്ളിക്ക് ലൈമറിനെ വൺ ഓഫ് ദ ഫുൾ ബാക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. നാച്ചുറലി ഒരു ഫുൾ ബാക്ക് അല്ല. അങ്ങനെ സ്റ്റാനിസിച്ച് തിരിച്ചു വന്നത് റിയലി ഹെൽപ്ഫുൾ ആയി. ലാസ്റ്റ് മൊമെന്റ്സിൽ സ്റ്റാനിസിച്ചിന് ഏത് റോൾ കൊടുത്താലും ബയൺ മ്യൂണിക്കിൽ പുള്ളി കളിക്കുന്നുണ്ട്. സോ അതൊരു ഹ്യൂജ് ബൂസ്റ്റ് ആയിരുന്നു. ഗൊറേറോയ്ക്ക് ഇഞ്ചുറി ഉണ്ടായിരുന്നു ഈ സീസൺ, അത് അവർക്ക് വമ്പനടിയായിരുന്നു. കൂടാതെ പല പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പൊ സെന്റർ ബാക്ക് ഡ്യുവൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഉപ്പമെക്കാനോയും കിമ്മിൻജയിലും പാർട്ണർഷിപ്പ് ഡ്യുവൽ നല്ല ഇഷ്യൂ ഉണ്ട്. ഇറ്റോയ്ക്ക് ഇഞ്ചുറി കാരണം മെജോറിറ്റി ഓഫ് ദി സീസണും കുറെ മാച്ചുകൾ പുറത്തിരുന്നു. കിമ്മിൻജെ അണ്ടർ പെർഫോം ചെയ്തു. ഉപ്പമെക്കാനോ സ്റ്റെപ്പ് അപ്പ് ചെയ്തു. സോ അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ട്. അൺസ്റ്റേബിൾ ആയിരുന്നു ഈ സീസണും. എങ്കിലും ലീഗ് അവർ അടിച്ചു. സോ എനിക്ക് ബയൺ മ്യൂണിക് സ്ക്വാഡ് ഒരു ചാമ്പ്യൻസ് ലീഗ് വിന്നിംഗ് സ്ക്വാഡ് പോലെ ഇപ്പം തോന്നുന്നില്ല. മേ ബി കുറച്ചുകൂടെ അഡീഷൻസ് നടത്തുക. കുറച്ച് ഇംബാലൻസ് ഉണ്ട് ആ ടീമിൽ. എസ്പെഷ്യലി ബാക്കിൽ അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടതുണ്ട്. മേ ബി മിഡ്ഫീൽഡിൽ അവർക്ക് ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡറിനെ കൂടെ കൊണ്ടുവന്നാൽ നൈസായിരിക്കും. മേ ബി അപ്പുറണ്ട് നെക്സ്റ്റ് സീസൺ കുറെ പ്ലേയേഴ്സ് പോകുന്നുണ്ട്. അവിടേക്ക് അഡീഷൻ വരേണ്ടതുണ്ട്. പക്ഷേ ഒലീസിന്റെ പെർഫോമൻസ്, കിമ്മിച്ച് ഈ സീസൺ പ്ലെയർ ഓഫ് ദി സീസൺ ലെവൽ പെർഫോമൻസ്, മുസിയാല ഡൂയിങ് ഹിസ് മാജിക്, ഗെയിം സ്റ്റിൽ സ്കോറിംഗ് ഗോൾസ്, ഉപ്പമെക്കാനോ പല മാച്ചുകളും സ്റ്റെപ്പ് അപ്പ് ചെയ്താൽ, സ്റ്റാനിസിച്ച് ലാസ്റ്റ് മാച്ചുകളിൽ കൊടുത്ത ഗെയിം. സോ ഇതെല്ലാം കാണുമ്പോഴേക്കും പവലോവിച്ച് എന്ന യങ്സ്റ്റർ, കിമ്മിച്ച്, സോ ഇവരുടെ എല്ലാം ഗോറച്ക ചില സിറ്റുവേഷനിൽ വിളിച്ചപ്പം ഈ പ്ലേ. സോ പുള്ളിയുടെ പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷെ പല മാച്ചുകൾ അവസാനം യൂസ് ചെയ്തപ്പം ഈ ലുക്ക് ഗുഡ്. എറിക് ഡയറിനെ വിളിച്ചപ്പോൾ യൂസ് ചെയ്തപ്പോൾ പുള്ളി ലുക്ക് ഗുഡ്. സോ ബയൺ മ്യൂണിക്കിന്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ ടീമിന് പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. സോ നെക്സ്റ്റ് സീസൺ ഐ തിങ്ക് 3-4 അഡീഷൻസ് വരുത്തുക, ഒരു ഡൊമസ്റ്റിക് ട്രബിൾ എയിം ചെയ്യുക, ചാമ്പ്യൻസ് ലീഗ് സ്ക്വാഡ് ബിൽഡ് ചെയ്യുക. അതായിരിക്കും ബയൺ മ്യൂണിക് നെക്സ്റ്റ് സീസൺ ഒരു ബിൽഡപ്പ് ഫേസ് പോലെയാണ്. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തില്ല. അപ്പൊ എന്തായാലും നമുക്ക് കുറെ ഫൈനൽസ് ഒക്കെ വരുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഒരിക്കൽ കൂടി കാണാം. യൂറോപ്പ ലീഗ് ഫൈനലാണല്ലോ എക്സൈറ്റ് ആയിട്ട്. നമ്മളെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 16-17 സ്ഥാനത്ത് നിൽക്കുന്ന 2 ടീമുകളാണ് യൂറോപ്യൻ ലീഗ് കളിക്കാൻ പോകുന്നത്. 2 ടീമും ഭയങ്കര മോശം ഫോമാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. പക്ഷെ ഈ ഒരു കപ്പ് അടിക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ മുമ്പിലുള്ളത്. പക്ഷേ ഈ ടോട്ടനം ടീമിന്റെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൻ ഷോകാണ് ബ്രോ. ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് സത്യം പറഞ്ഞാൽ. എല്ലാ മാച്ചുകളും വളരെ നീറ്റായിട്ട് പൊട്ടുന്നുണ്ട്. ക്രിസ്റ്റൽ പാലസിന് നമ്മൾ 2-0 പൊട്ടിയപ്പോൾ അവിടെ വെസ്റ്റ് ഹാമിനെതിരെ പരാജയപ്പെടുന്നു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 20 മാച്ച് തോറ്റ് നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട്. എന്താണെന്ന് അറിയാം. ഏതായാലും ഈ സീസൺ തീരെ 2 മാച്ച് മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷെ യൂറോപ്യൻ ലീഗിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം ബ്രോ. ഓക്കെ, താങ്ക് യു ബ്രോ. ടേക്ക് കെയർ. താങ്ക് യു. ബൈ.